ഹലോ ബേബി ഗേൾ. ഹലോ ബിഗ് ബോയ്. എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ ചേട്ടാ, ചേട്ടനാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി. തീരെ പോരാട്ടോ. ഇതിൽ ഉപ്പ് കൂടി, പിന്നെ പായസത്തിന് തീരെ മധുരമില്ല. അല്ല കുട്ടി, അത് പിന്നെ അതിന് പായസം. നിങ്ങളുടെ കാറ്ററിംഗ് അത്രയ്ക്ക് ശരിയല്ല കേട്ടോ. ഇനി ഏതാണാവോ ഇത്? എന്തായാലും ഞാൻ ഒന്നിനില്ല. അവരായി അവരുടെ പാടായി. അല്ല കുട്ടി, ഞാൻ ഹ്യൂജിൻ, ഫെലിക്സിന്റെ കസിനാണ്. ഇനി ഇവനെങ്ങാനും ആണോ ആ ലെവൻ? അയ്യോ ചേട്ടാ, ചേട്ടന് ആള് മാറി. ചേട്ടാ അന്വേഷിക്കുന്ന ആള് അവിടെ ഉണ്ട്. ഈ കുഴിപ്പ്. ഹായ് ഹുൻജിൻ, ഞാൻ തയ്യോ. അവളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവളോട് പറയുന്നതും എന്നോട് പറയുന്നതും ഒക്കെ ഒരേപോലെയാ. ഈ കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാ. ഈ കുട്ടിത്തേവാങ്കിരം കൊണ്ട് തോറ്റല്ലോ ദേവി. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നോ? പക്ഷെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഹ്യൂജിൻ എന്നുള്ള ആരെയും എനിക്ക് പരിചയമില്ല. സത്യമായിട്ടും നീയേട്ടാ എനിക്കറിയില്ല. ഹോ, ഈ ഒരുത്ത ഫെലിക്സിന്റെ കസിനല്ലേ? വെറുതെ അല്ല എന്റെ ചിമ്മിക്ക് ഫെലിക്സിന് ഇഷ്ടമല്ലാത്ത. അതിന് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എന്നെ പരിചയം ഉണ്ടാകാൻ വഴിയുണ്ടാവില്ല. ഹലോ ഹലോ, എന്തൊക്കെയാ താൻ പറയുന്നത്? ഹേയ് കൂൾ തേ. ഒരു തവണ ഈ കൊച്ചെന്നോട് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാനിവിടെ വന്നിട്ട് തന്നെ കുറച്ചേ ആവുന്നുള്ളൂ. പിന്നെങ്ങനെ ഇയാളെ എനിക്ക്? അയ്യോ, അപ്പൊ ഇതാണോ ആ കാട്ടുമാക്കാൻ? ഓഹോ ഏട്ടോ. അല്ല, ഇത് ആരൊക്കെയാ? നിങ്ങളെന്താ ഇവിടെ നിക്കുന്ന? ഇവിടെ വാ, ഇതാ നീയും വാ. ജിമിനെവിടെ? അവനെ കണ്ടില്ല. അവൻ വന്നില്ലേ? എല്ലാരും ഉണ്ടല്ലോ. ഞാൻ എല്ലാരും കണ്ടു, അവനെ ഒഴികെ. ഞാനിതാ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ഇന്നത്തോടെ ഞാൻ എല്ലാം നിന്നോട് തുറന്ന് പറയും ചിക്കു. ജിമിൻ. ഓ ഇവൻ. എനിക്ക് റിയ അവളുടെ കാര്യത്തെ മതി ഫെലിക്സ്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഹോബിയെ എന്നോട് സംസാരിക്കുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എനിക്ക് അവളോടൊന്നും ഇല്ലാട്ടോ. അതെനിക്ക് നന്നായി അറിയാം. പിന്നെ നീ ഇവിടെ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്താ കരുതി എനിക്ക് ഇവിടെ വരുന്നത് സന്തോഷമാണെന്നോ? എനിക്ക് ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരി, നീ അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്റെ പെണ്ണിനെ എന്റെ ഇച്ഛായെ കൊണ്ട് കെട്ടിക്ക് അവരല്ല. ഇവരെ കൊണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടു. ഹാപ്പി ബർത്ത്ഡേ. വേണ്ട. താങ്ക് യു ജിമിൻ. പിന്നെ എന്റെ വക മാത്രമല്ല, റിയയുടെ വകയും. അവള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ടി അവളോടൊരു സോറി പറയോ? എനിക്ക് അവളോട് പ്ലീസ് ജിമിൻ. ഞങ്ങൾക്ക് നിന്റെ ഒരു സോറിയും വേണ്ട ഫെലിക്സ്. ഞങ്ങൾക്ക് നെയ്യായ ഒരു ബന്ധമില്ല. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറെ തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇത് ഞാൻ ആവർത്തിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എനിക്ക് ഇത്ര മതി ജയ്. ഐ ആം ഹാപ്പി. പക്ഷേ ഇല്ല, ഒന്നുമില്ല. സോറി, ഐ ആം റിയലി സോറി ആൻഡ് താങ്ക് യു സോ മച്ച്. ഹൗ എന്ത് ലുക്കാ. ഹോബി യു. എന്റെ വിചാരിന്റെ അത്രയ്ക്കൊന്നുമില്ല. ഈ മനുഷ്യന്റെ എവിടെ പോയി കിടക്കുക? ഹലോ ഹോബി, ഞാൻ പറയുന്ന വല്ലതും താൻ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. എവിടെ പോയി കിടക്കുക ഷവി? മനുഷ്യ, നിങ്ങളുടെ മോൻ നിൽക്കുന്നു. ഇവിടെ വാ. നീ ഇതെന്ത് ചെയ്യാനാ? ചെയ്തതൊക്കെ മതി. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇവള് ഇനി എന്തിനുള്ള പുറപ്പാടാ? നോക്കിയോങ്കി, ഇതാണ് നമ്മുടെ മരുമകൻ. നമ്മുടെ ഹോബിയായി നല്ല ചേർച്ച ഉണ്ടല്ലേ? എന്റെ 7000 വരില്ല, അപ്പോഴാ ഒരു ചേർച്ച. ഇവരെന്താ ഇത്രയ്ക്കൊന്നും സംസാരിക്കുന്നത്? ഓ, അവളുടെ ചിരി കണ്ടാ ഇപ്പോഴേ കെട്ടിയങ്ങ് പോകുക വട്ടിയായി നിൽക്കുന്ന പോലെയാ. പയ്യൻ തരക്കേടൊന്നും ഇല്ലല്ലേ? അതേടാ ലിയ, നമ്മുടെ ഹോബി മോൾക്ക് നല്ലോണം ചേരും. പിന്നെ ചേരാതിരിക്കോ? എന്റെ അല്ലേ സെലക്ഷൻ. അല്ലെങ്കിലും നിന്റെ സെലക്ഷൻ എപ്പോഴും സൂപ്പർ ആയിരിക്കുമല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ആദ്യത്തെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാ പിന്നെയുള്ളതെല്ലാം നമ്മൾ നോക്കിയും കണ്ടല്ലേ എന്തും ചെയ്യും. കോപ്പ് വേണ്ടായിരുന്നു. ഓ, കഴിഞ്ഞില്ലേ ഇത്? ആ
രണ്ടെണ്ണം എവിടെ പോയി കിടക്കുക? അവന്റെ അമ്മ പറഞ്ഞത് അവർക്ക് വേഗം തന്നെ ഹോബി മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെന്നാ. എന്തിന്? ഷോക്കേസിൽ വെക്കാനോ? ഇവനൊന്നും വേറൊരു പെണ്ണിനെയും കിട്ടാത്തോണ്ടാണോ എന്റെ പെണ്ണിനോട് കൊഞ്ചി കുറേ നിക്കുന്നത്? അല്ലെങ്കിൽ ആരോട്? അവളുടെ ഒരു സന്തോഷം കണ്ടല്ലേ. ഈ കാലമാണെന്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു? കിച്ചേട്ടാ, അവിടെ നിന്ന് നോക്കാതെ എവിടെ വാ മനുഷ്യ. എനിക്ക് എന്റെ ചെവി വേദനിക്കണം. ജിമ്മി, നീ എന്താ ഇവിടെ നിന്നിട്ട് ഒന്നും പറയാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടാ. നിന്റെ പെങ്ങളുടെ ഏത് പെങ്ങൾ? എനിക്കാകെ ഒരു പെങ്ങളേ ഉള്ളൂ, അതെന്റെ കുക്കിയ. പിന്നെ ദേ ആ നിക്കുന്നവള്, അവളെ പിടിച്ച് ആരും എന്റെ പെങ്ങളാക്കാനൊന്നും നോക്കണ്ട. ഇത് നല്ല കൂത്ത്. നീ ഇപ്പൊ എന്തിനാ ഞങ്ങളോട് ചാടിക്കളിക്കുന്ന? പിന്നെ ഹോബി മോള് നിന്റെ പെങ്ങളല്ലാതെ പിന്നെ ആരാവള്? പപ്പ, നിങ്ങളെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴാന്ന് വെച്ചവാ. പിന്നെ ദേ ആ മുതലിനെ ഞാനങ്ങ് കൊണ്ടുപോവാ. പിന്നെ ആ നിക്കുന്നവൻ, അവന്റെ കാര്യം നിങ്ങൾ നോക്കിക്കോണം. അവനെ കേട്ട ആരാന്ന് വെച്ചാ കണ്ടുപിടിച്ചു കൊടുത്തു. അല്ലാതെ എന്റെ പെണ്ണിന്റെ പുറമെ എങ്ങാനും ഇനി ഞാൻ അവനെ കണ്ട ആ നിക്കുന്നവൻ പിന്നെ രണ്ടു കാലം നിക്കില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്, എന്തു വേണം? ദേ ഈ നിക്കുന്ന മുതലിനെ അങ്ങ് വേണം. എന്താ? വാ, വീട്ടിൽ പോവാം. അതിനിവിടെ വരാനാ പറഞ്ഞേ. അല്ല മൂച്ചുട്ടാ, ഫെലിക്സ്. സോറി ബ്രദർ, ഞങ്ങൾ ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ട്.